നമസ്കാരം. ബിസിനസ് ആരംഭിച്ച ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ട്, അതായത് പണ്ട് അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളെ ബ്ലെയിം ചെയ്യാറുണ്ട്. അന്ന് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഈ രീതിയിലൊരു ബിസിനസ് ഫോം ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ വെക്കേണ്ടായിരുന്നു, ഇന്ന വ്യക്തിയെ ബിസിനസ്സിൻ്റെ പാർട്ണറായിട്ട് ആഡ് ചെയ്യേണ്ടായിരുന്നു, അന്ന് മുതൽ കഷ്ടകാലം തുടങ്ങിയതാണ്. ഇത്തരത്തിൽ പറഞ്ഞ് പല രീതിയിലും പരിഭവിക്കാറുണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്തിട്ട്, അന്നത്തെ ഡിസിഷൻസ് ഓർത്തിട്ട്. നമുക്കൊരിക്കലും ബിസിനസ്സിന് വലിയ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, നാളെ എന്താവുന്നുള്ളതൊന്നും പറയാൻ കഴിയത്തില്ല. ബട്ട് സ്റ്റിൽ ബിസിനസ്സിനെ സേഫ് ഗാർഡ് ചെയ്യേണ്ടത് ആസ് എ ബിസിനസ് ഓണർ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരുന്ന പല പ്രശ്നങ്ങളും വലിയ രൂക്ഷമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ, അതായത് ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ ഫേസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു 3 കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ ആർക്കാണ് ഉപകാരപ്പെടുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം. ഒന്ന്, നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ ഒരു നാനോ രീതിയിലൊരു ബിസിനസ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അന്നാളത്തേക്കുള്ള ഇൻകം ഉണ്ടാക്കാൻ വേണ്ടുന്ന കൈൻഡ് ഓഫ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വീഡിയോ അല്ല അത്. ഇനിയിപ്പോൾ വലിയ സ്കെയിലിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ഒരുപാട് പേരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്, കോടികളുടെ നിക്ഷേപമുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ അല്ലത്. നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കുള്ള വീഡിയോ ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഇത് ബിസിനസ്സിനോട് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, നല്ലൊരു ബിസിനസ് ആശയമുണ്ട്, അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ആൻഡ് ആൾസോ ബിസിനസ്സിൻ്റെ സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത്തരത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു 85-90% സംരംഭകരും, പുതുതായിട്ട് വരുന്ന സംരംഭകരും അത്തരത്തിലുള്ള ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത്. അത്തരം ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. 3 pillars ഓഫ് ബിസിനസ്. ബിസിനസ്സിന് ഒരുപാട് പില്ലേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ എന്നാലും ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഒരു 3 കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലേറ്റവും ആദ്യത്തേത്, ഇത് പലരും മിസ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പലരും പിന്നീട് നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഇവർക്ക് ഇത് ഫിക്സ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയും ബിസിനസ്സിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയും പലർക്കും വരാറുണ്ട്. അതുകൊണ്ട് ഈ ആദ്യത്തെ പോയിന്റ് വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദാറ്റ് ഈസ് കമ്പനീസ് ലീഗൽ സ്ട്രക്ചർ. കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചർ. എന്താണ് ഈ ലീഗൽ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കമ്പനിയുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കമ്പനിയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, കമ്പനിയുടെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നമുക്ക് ഇന്ത്യയിൽ പല ഫോർമാറ്റിൽ ഒരു കമ്പനി ആരംഭിക്കാനായിട്ട് കഴിയും, ഒരു സ്ഥാപനം ആരംഭിക്കാനായിട്ട് കഴിയും. കമ്പനി എന്ന് പറയുന്ന ടേം തന്നെ അതൊരു സ്പെസിഫിക് കാറ്റഗറി ബിസിനസ്സിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. നമുക്ക് ബിസിനസ് പല രീതിയിൽ ആരംഭിക്കാനായിട്ട് കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒന്ന് പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് ആരംഭിക്കാം. സാധാരണഗതിയിൽ വളരെ ചെറിയ ലെവലിൽ നിക്ഷേപിച്ച് ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ഒരു എക്സ്പെരിമെൻറ്റേഷന് വേണ്ടി മാത്രം ചെയ്യുകയാണ്, പിന്നീട് ബിസിനസ് ഈ ഒരു ഐഡിയ സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ മറ്റ് രജിസ്ട്രേഷൻസിലേക്ക് പോവാം, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിലേക്ക് പോവാം. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഡെഫിനറ്റ്ലി പ്രൊപ്പറേറ്റർഷിപ്പ് ഉചിതമായിരിക്കും. കിട്ടി പോയാൽ പോയി അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക്. കാരണം വലിയ റിസ്ക് ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ തുടങ്ങാൻ കഴിയുന്നൊരു രീതിയാണത്. മറ്റൊന്നാണ് പാർട്ട്ണർഷിപ്പ് ഫേം. 2 അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ട്ണർഷിപ്പായിട്ട് മുന്നോട്ടേക്ക് പോകാം. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു രീതിയാണ് പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. പഴയ രീതിയാണ്. അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഡീമെറിറ്റ്സും ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം ലയബിലിറ്റീസിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. മറ്റൊന്നാണ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇത് പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒന്നാണ്. കഴിഞ്ഞ ഒരു വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ LLPസിൻ്റെ എണ്ണം കേരളത്തിലും ഇന്ത്യയിലും വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഒരുപാട് കമ്പനീസ് നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പലരും ചോദിച്ചു വരാറുണ്ട് LLP രജിസ്ട്രേഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. മറ്റൊന്നാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. എല്ലാവർക്കും അറിയുന്ന പണ്ട് മുതലേ ഉള്ളൊരു ഫോർമാറ്റാണിത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ഇന്ന് ധാരാളം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. പിന്നെ 1 person കമ്പനി, തനിച്ച് ഒരു ഡയറക്ടറാണ്, നിങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ, മറ്റൊരാളെയും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തനിച്ച് ബിസിനസ് ചെയ്യണം. സോ ഈ പ്രൊപ്പറേറ്റർഷിപ്പിനെ കുറച്ചുകൂടെ ഫോർമലൈസ് ചെയ്ത് കമ്പനി നിയമത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോർമാറ്റാണ് 1 person കമ്പനി. അപ്പോൾ ഈ 5 ഫോർമാറ്റ്സും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പിലുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ചാനലിൽ അതാണെന്നുണ്ടെങ്കിലും മറ്റ് ചാനലിൽ, അതായത് സിജുരാജൻ ലീഗൽ എന്ന് പറയുന്ന ചാനലിനകത്താണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് തന്നെ ഈ 5 ഫോർമാറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇതിലേത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന നിങ്ങൾ നൽകേണ്ട ഒരു കാര്യമാണ്. കാരണം
ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തെറ്റായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും പിന്നീട് ബിസിനസ് മറ്റൊരു ഘട്ടത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്. ഇപ്പം LLP ഒരാൾ ഫോം ചെയ്യുകയാണ്, നാളെ കുറേ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഒരു പക്ഷേ പോസിബിളായി എന്ന് വരത്തില്ല ആ ഒരു LLP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിസിനസ്സിനകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പോസിബിളാവുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് LLP നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള ഫോർമാലിറ്റീസ് വളരെ കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതിൽ ഏത് വേണം എന്നുള്ളത്, ചിലരൊക്കെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേര് കേട്ടുകൊണ്ട് ഓക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊള്ളാം, നല്ല പേര്, എങ്കിൽ പിന്നെ അതങ്ങ് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുന്നവരുണ്ട്. ചിലരാണെങ്കിൽ LLP അത് പുതിയൊരു രീതിയാണ് തോന്നുന്നത്, നമുക്ക് എങ്കിൽ പിന്നെ LLP ചൂസ് ചെയ്യാം. ഇത്തരത്തിൽ വെറുതെ ഈ പേരുകളിലെ മനോഹാരിത നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടൈപ്പ് എന്താണ്, നിങ്ങളുടെ ബിസിനസ് എന്താണ്, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അവരെ നിങ്ങൾ പാർട്ട്ണറായിട്ടാണോ അതോ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടാണോ ബിസിനസ്സിനൊക്കെ കൊണ്ടുവരുന്നത്, നാളെ പുറമേ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാനുള്ള പ്ലാൻ നിങ്ങൾക്കുണ്ടോ, ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ടിങ് നിങ്ങൾ സ്വീകരിക്കാനുള്ള പ്ലാൻ ഉണ്ടോ, ഏത് കൈൻഡ് ഓഫ് ലോണാണ് നോക്കുന്നത്. ഇത്തരത്തിലൊരു കുറേയധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇതിൽ ഏത് ഫോർമാറ്റ് വേണം നിങ്ങൾക്ക് ഉചിതം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. ബാധ്യത എങ്ങനെയായിരിക്കണം, പ്രോഫിറ്റ് ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് പ്രൊപ്പോർഷനിലാണ്, ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെറുതെ അങ്ങ് ചാടിക്കയറി നിങ്ങളിത് ചൂസ് ചെയ്യരുത്. ഇതിനു വേണ്ടി നിങ്ങൾ സമയം നിക്ഷേപിക്കേണ്ടതായിട്ട് വരും, നല്ല കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ചിലരൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എടുത്തിട്ട് അയ്യോ അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വൻ മോശമാണെന്നൊക്കെ ഈ രീതിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരിക്കലും മോശമല്ല, അത് എടുത്തിട്ടുള്ള നിങ്ങളുടെ തീരുമാനമാണ് മോശമായി പോയിട്ടുള്ളത്. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് മറ്റൊരു ഫോർമാറ്റ് ആയിരുന്നു. നിങ്ങൾ അറിയാതെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എടുത്തുപോയി, ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ എടുത്തുപോയി, അതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ്. ഒരിക്കലും ഇതിലെ 5 ഫോർമാറ്റ്സ് മികച്ചത് തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചർ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വയ്ക്കരുത്. ഇതിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത് തീരുമാനിച്ചതിന് ശേഷമായിരിക്കണം മറ്റുള്ള കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ പില്ലർ നമ്പർ 1. ആൻഡ് സെക്കൻഡ് വൺ, രണ്ടാമത്തേത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഇതും പലരും മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, പലരും കൺസിഡറേ ചെയ്യാത്തൊരു കാര്യമാണ്. എന്തിനാണ് ഈ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? കാരണം മാർക്കറ്റിംഗ് കുറിച്ച് ചിന്തിക്കത്തില്ല ആൾക്കാർ പലരും. അവർ ഈ മിഷനറീസ് നല്ലത് വാങ്ങി വയ്ക്കും, പുതിയ മിഷനറീസ് വാങ്ങുന്നു, നല്ല ഫെസിലിറ്റീസ് എല്ലാം വയ്ക്കുന്നു, കുറേ എംപ്ലോയീസിനെ എല്ലാം നിയമിക്കുന്നു, പക്ഷേ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഏതൊരു വെബ് സീരീസിലൊക്കെ പറയുന്ന പോലെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇതുണ്ടെങ്കിലേ നിങ്ങളുടെ ബിസിനസ് നിലനിർത്താൻ കഴിയത്തുള്ളൂ, ബിസിനസ് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കച്ചവടം ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യും, കച്ചവടം വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗേ ചെയ്യത്തില്ല, പിന്നെ കച്ചവടം ഇല്ലാത്തൊരു കാലം വരണം, അപ്പോൾ നമ്മൾ വീണ്ടും ഡെസ്പ് ആവും, വീണ്ടും മാർക്കറ്റിംഗ് ചെയ്യും. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ടൈം പ്രോസസ്സ് അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഈ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാർക്കറ്റിങ്ങിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം പലരും ചെയ്യുന്ന കാര്യം എന്താ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് എല്ലാം മാർക്കറ്റബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നേരെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിനെ സമീപിക്കുന്നു, അവരെ കൊണ്ട് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യിപ്പിക്കുന്നു, മാസം ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നു. ഇവർ ഇതേ രീതി തന്നെ ഇതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും എല്ലാ കമ്പനീസിനും ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബിസിനസ് നടക്കുന്നില്ല, കച്ചവടം നടക്കുന്നില്ല. കാരണം എന്താ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകവും നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നിങ്ങൾ വഴി ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ കുറേ പോസ്റ്റേഴ്സും കുറേ വീഡിയോസും ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കച്ചവടം നടക്കണമെന്നില്ല, ലോങ് ടേമിൽ മുന്നോട്ടേക്ക് പോകണമെന്നില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. എഡ്യൂക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, വാല്യൂ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള മാർക്കറ്റിംഗ്സ് ഉണ്ട്. അപ്പം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏത് രീതിയിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങൾ ഈ പ്രോഡക്റ്റ് എത്തിക്കണം, ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിക്കണം, ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിനായിട്ട് ബഡ്ജറ്റ് മാറ്റി വയ്ക്കണം. ചിലർ കൺസൾട്ടേഷനൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, സർ നമുക്ക് എത്ര മാർക്കറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ മാറ്റി വയ്ക്കണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കെന്നല്ല ആർക്കും പറഞ്ഞുതരാൻ കഴിയത്തില്ല. ഫസ്റ്റ് ഒരു അരമണിക്കൂർ മീറ്റിങ്ങിൽ ഒരിക്കലും ഇത് ഡിസൈഡ് ചെയ്യാൻ കഴിയത്തില്ല. ഇത്ര രൂപ എന്തിനു അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നത്, നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല.
ഇതെപ്പോഴും ഈ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എപ്പോഴും തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ ബേസ് ചെയ്തിട്ടാണ്. എല്ലാ മാസവും 20,000 രൂപ എന്തിനടിസ്ഥാനപ്പെടുത്തി 20,000 രൂപ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ പരസ്യം നോക്കിയിട്ടാണോ? ഒരിക്കലും അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമുക്ക് പല രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. ഇപ്പം ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യാം, ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് അവയർനെസ് നമുക്ക് കൊടുക്കാം, അതിനുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നമുക്ക് റൺ ചെയ്യാം. അപ്പം ഇതിനെല്ലാത്തിനും വരുന്ന തുകകളും ഇതിനെല്ലാത്തിനും വരുന്ന സമയവും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ലക്ഷ്യവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് വേണം എന്നുള്ളത് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം മാത്രമേ അതിനുള്ള ബഡ്ജറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. 0 ബഡ്ജറ്റിൽ 1 രൂപ പോലും മുടക്കാതെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാലത്ത് ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. 1 രൂപ പോലും മാർക്കറ്റിംഗ് വേണ്ടി നമ്മൾ മുടക്കിയിട്ടില്ല. ഞങ്ങൾ ചെയ്തതിൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. ആൾക്കാരെ ഇത്തരത്തിലുള്ള ചാനൽസ് വഴി എഡ്യൂക്കേറ്റ് ചെയ്ത് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, ഞങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. അപ്പം അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് എടുക്കാം. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം മാർക്കറ്റിംഗ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ തീരുമാനിക്കേണ്ടതാണ് മാർക്കറ്റിംഗ് ഹെഡ്. ഞാൻ പറഞ്ഞു, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടൈം പ്രോസസ്സ് അല്ല, ഒരു പ്രാവശ്യം ചെയ്ത് മാറി നിൽക്കേണ്ട ഒരു പ്രോസസ്സല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിംഗ് നോക്കി നടത്താനായിട്ട് ഒരാൾ നമുക്ക് റെഗുലറായിട്ട് വേണം. അതൊരു പക്ഷേ നിങ്ങൾ തന്നെ ആവുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത്. കാരണം ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആസ് എൻ ഓൺട്രപ്രണർ ഇനീഷ്യലി നേരിട്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പ്രോഡക്റ്റ് വീണാന്തരം പോയിട്ട് വിൽക്കേണ്ടതായിട്ട് വരും. പണ്ട് കൊച്ചോസ് ചിറ്റിലപ്പള്ളി വീഗാളിൽ ചെയ്തതുപോലെ. എങ്കിലും മാർക്കറ്റിൻ്റെ പൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഒരു എംപ്ലോയിന്, ഒരു മാർക്കറ്റിംഗ് മാനേജറിനെ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വരത്തില്ല. കാരണം ആൾ കൂലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൾക്കൊരിക്കലും മാർക്കറ്റിൽ ഇന്ന സ്ട്രാറ്റജി ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്നുള്ളത് പറയാനായിട്ട് കഴിയത്തില്ല. അത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഹെഡ് ഇനീഷ്യലി ഓൺട്രപ്രണർ തന്നെ ആവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു ബിസിനസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും കോറായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷൻ തന്നെയാണ്. കാരണം നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലേ ബിസിനസ് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അതൊരു ഇന്ധനമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സെയിൽസിലേക്ക് നയിക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അതിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബഡ്ജറ്റിംഗിലേക്ക് കടക്കാനായിട്ട്. ആൻഡ് മാർക്കറ്റിംഗ് ഹെഡിനെ നിങ്ങൾ നിയമിക്കുക വേണം. അത് നിങ്ങളാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം മാർക്കറ്റിംഗിൽ നിങ്ങൾ പ്രത്യേകം ഒരു ശ്രദ്ധ ഈവൻ ബിഫോർ മാനുഫാക്ചറിങ് നൽകേണ്ടതുണ്ട്. ഓക്കെ, അപ്പം 2 കാര്യങ്ങൾ നോക്കി. ഒന്ന്, കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചർ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഒപ്പം തന്നെ മാർക്കറ്റിംഗ് ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും ഏത് സ്കെയിലാണെന്നുണ്ടെങ്കിലും വിത്തൗട്ട് മാർക്കറ്റിംഗ് യു ആർ 0. നിങ്ങൾ 0 ഓക്കെ, വരുമാനം ഉണ്ടാക്കാൻ കഴിയത്തില്ല. അടുത്തതാണ് ഫൈനാൻസ്. 3ാമത്തെ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് വേണോ സാർ? കാരണം നമുക്ക് വലിയ കമ്പനീസിനല്ലേ. വലിയ കമ്പനീസ് ആണെങ്കിലും ചെറിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും പണം ഉണ്ടെങ്കിലേ മുന്നോട്ടേക്ക് പോകാൻ കഴിയത്തുള്ളൂ അല്ലേ? പണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. 0 ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ഇന്ന് എത്ര ബിസിനസ്സുകൾ 0 ബഡ്ജറ്റിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആരംഭിക്കുന്നുണ്ട്? കഴിയത്തില്ല. എയ്തർ നിങ്ങൾക്ക് കാശ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. എങ്കിൽ പോലും നിങ്ങൾക്ക് പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിനകത്ത്. അപ്പം ഈ ഫൈനാൻസിന് പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. പലരും ചെയ്യുന്നത് പുസ്തകത്തിനകത്ത് എന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് അതിനകത്ത് ഇങ്ങനെ കാര്യങ്ങൾ എഴുതി വയ്ക്കും. വരവിത്ര ചെലവിത്ര, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിനകത്ത് എഴുതി വയ്ക്കും വരവിത്ര ചെലവിത്ര. അല്ലാന്നുണ്ടെങ്കിൽ ചിലർ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുന്നു, സെക്കൻഡ് നിങ്ങൾ എക്സലിലേക്ക് മാറ്റുന്നു, തേർഡ് സോഫ്റ്റ്വെയർ. അതിൽ പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ നേരെ ഇത് എക്സലിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്കോ നിങ്ങൾ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ വാട്ട് യു നീഡ് ഈസ് എൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, സോഹോ പോലെയുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻവോയ്സിങ്ങിനും അതുപോലെ തന്നെ കോഡ്സ് എൻ്റർ ചെയ്യാനും അയക്കാനും എല്ലാത്തിനും സഹായകരമാകുന്ന സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെയ്ഡ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പം ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഭാവിയിലുള്ള ഫൈനാൻഷ്യൽ ഗോൾസ് ഡിസൈഡ് ചെയ്യാനായിട്ട്, ഭാവിയിൽ ഫൈനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇനീഷ്യൽ ഫേസിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആൻഡ് ഓൾസോ ഫൈനാൻഷ്യൽ പ്ലാൻ ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് എംപ്ലോയീസ് ഉണ്ടാവാം. അടുത്തൊരു 6 മാസത്തേക്കുള്ള ഇവർക്കുള്ള സാലറി, 6 മാസത്തേക്കുള്ള റണ്ണിങ് കോസ്റ്റ് നിങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുക തന്നെ വേണം.
കിട്ടുന്ന ലാഭത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. 6 മാസത്തേക്ക് ഒരു പക്ഷേ ലാഭം കിട്ടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ലാഭം കിട്ടിയെന്ന് വരത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും. കാരണം മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ നമുക്ക് എക്സ്പെൻസ് ഓവർ ഹെഡ്സ് വളരെ കൂടുതലാണ്, സർവീസ് മേഖല പോലെയല്ല. അപ്പം പ്രോപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ, പ്രോപ്പറായിട്ടുള്ള നമുക്കൊരു ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം ഒരു 6 മാസത്തേക്ക് ചിലവാക്കാനായിട്ടുള്ളത്. അപ്പം അത് ഡിസൈഡ് ചെയ്യുക, എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ആൻഡ് ആൾസോ എപ്പോഴൊക്കെ ചിലവഴിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു കണ്ടീജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടുന്ന ഫണ്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരാം. എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ ഓഫീസിനകത്തോ അല്ലെങ്കിൽ ഈ എക്കോണമിയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക, നമുക്ക് ഫണ്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്, അതും നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ 0 ബഡ്ജറ്റിൽ കയ്യിൽ കാശിൽ ഒരു 10,000 രൂപയെ കയ്യിലെടുക്കാനുള്ളൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഏറ്റവും നാനോ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകരുത്. കാരണം വി നീഡ് മണി ഇല്ലെങ്കിൽ, പണമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു മൂവ് ഓൺ. അപ്പം ഫൈനാൻഷ്യൽ പ്ലാനും ഒപ്പം തന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ അക്കൗണ്ട്സ് മറ്റു കാര്യങ്ങൾ നോക്കാനായിട്ട് ഇപ്പോൾ GST ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എംപ്ലോയിനെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഒരു തേർഡ് പാർട്ടിനെ ഏൽപ്പിച്ചാൽ മതിയാം, പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നോളും. അല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് അറിയുന്ന ഒരാളെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും. അപ്പം ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ആൻഡ് ആൾസോ കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചറും ഡിസൈഡ് ചെയ്യണം. അപ്പം പ്രധാനമായിട്ടും 2 ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചർ എന്ന് വേണം ഡിസൈഡ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈവൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇത് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല, വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, ഫണ്ട് ഫ്ലോയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒരുപക്ഷെ, പക്ഷേ ഒരു പരിധിവരെ ഫൈനാൻസ് നിങ്ങളുടെ കൃത്യമായിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് കഴിയും. മാർക്കറ്റിങ്ങിൻ്റെ ചാഞ്ചാട്ടങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കാം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നമ്മളൊരു പ്രൈമറി പ്ലാൻ, സെക്കൻഡറി പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പം അത് ഈ കണ്ടീജൻറ്റ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, സെയിൽസ് കുറയുന്ന സമയത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് റെഗുലറായിട്ട് നിങ്ങൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾസോ കമ്പനിയുടെ ലീഗൽ സ്ട്രക്ചർ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ലാബിലിറ്റീസ് എല്ലാം ലിമിറ്റ് ചെയ്തുകൊണ്ടും മറ്റും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പം ഈ 3 പില്ലേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തോളൂ. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ എപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ. അപ്പം എങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, തയ്യാറെടുക്കാം എന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് www.learnwithsiju.com എന്ന് പറയുന്ന സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ബിസിനസ് പ്ലാനിങ്ങിൻ്റെ ടെംപ്ലേറ്റ്സ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് വേറെയും കുറേ കോഴ്സസ് ഉണ്ട്, നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.